എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പൈനാപ്പിൾ, തൈര്, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾ, തേങ്ങ, ജീരകം, പച്ചമുളക്, കരിയാപ്പില, ചെറുള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, ഉപ്പ്, എണ്ണ, ഇത്രയും സാധനങ്ങളാണ് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള ഐറ്റങ്ങൾ. ഇനി നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഗ്യാസ് ഓൺ ആക്കട്ടെ. പാൻ വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇടാം. മഞ്ഞൾപ്പൊടി ഇടണം. 2 പച്ചമുളക്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കണം. 1 സ്പൂൺ ഉപ്പും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇനി അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. ഈ ജാറിലേക്ക് ഇനി തേങ്ങ, 1 സ്പൂണ് ജീരകം, നാല് വെളുത്തുള്ളി. ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. ഇത് വെന്തോന്ന് നോക്കണം. ഇത് വെന്തിട്ടില്ല. ഇത് നീ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വേവിക്കണം. ഇത് വെന്തോന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. അതിലെ വെള്ളം കുറച്ച് പറ്റാനുണ്ട്. മുക്കാലും പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഇതിനകത്ത് ഒഴിക്കുകയാണ്. ഇത് മിക്സ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നീ എടുത്തിട്ടൊന്ന് ഇളകി കൊടുക്കട്ടെ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈ തേങ്ങയൊക്കെ അതുമായിട്ട് പൈനാപ്പിളുമായിട്ടൊന്ന് മിക്സ് ആവണം. ഈ പൈനാപ്പിളിലേക്ക് ഈ തൈര് ഇതിനകത്ത് ഒഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒത്തിരി ലൂസായിട്ടിരിക്കരുത്, കുറച്ചൊക്കെ ടൈറ്റായിട്ട് വേണം ഇരിക്കാൻ. ഇനിയും തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച്, തൈര് തിളയ്ക്കാനൊന്നും പാടില്ല. ഓഫ് ചെയ്ത് വെച്ചാലും നന്നായിരിക്കും. ഇത് വറക്കണം. ഗ്യാസ് ഓണാക്കി പാൻ വെച്ച് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി. 2 സ്പൂണ് കടുകിട്ടു. കുറച്ച് ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 വറ്റൽമുളക്, കുറച്ചേറെ കരിയാപ്പില, ഒരു പിഞ്ച് ഉലുവാപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിനോട് ചേർത്ത് മിക്സ് ചെയ്യണം. കടുകൊക്കെ മൂത്തിട്ടുണ്ട്. ഉള്ളിയുടെയൊക്കെ എല്ലാം ഫ്രൈ ആയി നിറമൊക്കെ മാറി. ഇനി ഇത്
ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി. ഓണത്തിന് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.